रुक हम कर रहे हैं थोड़ा खराब मत पाओ हाँ भाई हाँ আমি কৈছো না প্ৰথমতে জেলত যাবি জেলত പൈസു അതുപോലെയുള്ള ഒരുപാട് സിനിമകളിലാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഗേൾ ഓഫ് ബേസ്മെന്റ് എന്ന് പറഞ്ഞ സിനിമ ബേസ്മെന്റിൽ ഇട്ടിട്ട് പീഡിപ്പിക്കുന്ന അച്ഛൻ പീഡിപ്പിക്കുന്ന ഒരു സിനിമയുണ്ട്. അതുപോലെ ഒരുപാട് യഥാർത്ഥത്തിൽ ഇങ്ങനെ നടന്നതായിട്ട് വരുന്നത് ഈ സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ റിയലായിട്ട് ഇപ്പോൾ ശരിക്കും കണ്ടത് തന്നെയാണ്. കട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ബെഡിനടിയിൽ ഇങ്ങനെ ആ കൊച്ചിനെ പിടിച്ച് എന്തുമാത്രം ദ്രോഹങ്ങളൊക്കെ ചെയ്തു കാണും. എന്നിരുന്നാലും അത് കറക്റ്റ് സമയത്ത് പോലീസ് ഇടപെട്ടുകൊണ്ട് ആ കുഞ്ഞിന് ഇച്ചിരി ആയുസ് നീട്ടി കിട്ടി. അല്ലെങ്കിൽ ആയുസ് ഒടുങ്ങുകയും ചെയ്യും. ഇവരിങ്ങനെ ഒരു ജീവൻ ആ കുട്ടിയെ ഈ മാതിരി ഒളിപ്പിക്കാനാണെങ്കിൽ എന്തെങ്കിലും മരണം സംഭവിച്ചാൽ ഇവർ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് വയ്ക്കും. അതുകൊണ്ടത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണത്. അപ്പോൾ ഇനി ഇതുപോലെ എണ്ണങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പം എല്ലായിടത്തും നല്ലൊരു പരിശോധന തന്നെ ആവശ്യമാണ്. കണ്ടിട്ട് തന്നെ ഒരു രീതിയാണ്. ആ കുഞ്ഞിന് വല്ല ഭക്ഷണം കൊടുത്തോ? പിന്നെ സിനിമയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി ഈ പട്ടിണിയൊക്കെ ഇട്ട് വേല ചെയ്യിപ്പിക്കുന്ന ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടു. ഇതാ റിയൽ ലൈഫിലായിട്ട് ആദ്യമായിട്ട് കാണണം ഇങ്ങനെ ഒരു സംഭവം. കണ്ടിട്ട് തന്നെ ഒരു ഞെട്ടൽ ഞെട്ടി ധരിച്ചു പോയി. ഒരു കുട്ടീനെ ഈ ബാലവേല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം അതിനിട്ട് പട്ടിണിക്കിട്ട് നല്ല ദ്രോഹം ചവിട്ടിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം. എന്തൊക്കെയായിരുന്നാലും അവന്മാർക്കിട്ട് അവരെ വിടരുത്. ഒരു കാരണവശാലും അവർ തിന്നാനും വിടരുത്. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം. കൃത്യസമയത്ത് ഇടപെട്ട എൻ്റെ പോലീസിനും അവിടുത്തെ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട്.